നമസ്കാരം. സംസ്ഥാന പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങി പുതിയ സർക്കാർ. പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നൽകുന്ന സംവിധാനം പൂർണ്ണമായും പരാജയമായിരുന്നുവെന്ന വിലയിരുത്തലോടെയാണ് നിർണായക മാറ്റങ്ങൾ വരുന്നത്. പ്രധാന സ്റ്റേഷനുകൾ ഒഴികെയുള്ളവയുടെ ഭരണം വീണ്ടും സബ് ഇൻസ്പെക്ടർമാർക്ക് തിരികെ നൽകാനും പഴയ സർക്കിൾ സംവിധാനം പുനഃസ്ഥാപിക്കാനുമാണ് ആഭ്യന്തര വകുപ്പിന്റെ ആലോചന. സിഐമാർക്ക് ചുമതല നൽകിയ മുൻ പരിഷ്കാരം ക്രമസമാധാന പരിപാലനത്തെയും പോലീസിംഗിനെയും പ്രതികൂലമായി ബാധിച്ചു എന്ന വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഇത് സംബന്ധിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി എഡിജിപിയുടെ നേതൃത്വത്തിൽ 5 അംഗ സമിതിയെ നിയോഗിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. നേരത്തെ സ്റ്റേഷൻ ചുമതലകൾ SI-മാരിൽ നിന്ന് CI-മാർക്ക് കൈമാറിയത് വഴി താഴെ തട്ടിലുള്ള ക്രമസമാധാന പരിപാലനത്തിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി ആഭ്യന്തര വകുപ്പ് വിലയിരുത്തുന്നു. പരാതിക്കാരുമായി നേരിട്ട് ഇടപഴകുന്നതിലും പെട്ടെന്നുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലും പഴയ രീതിയായിരുന്നു കൂടുതൽ ഫലപ്രദമെന്ന ആക്ഷേപം ശക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സ്റ്റേഷനുകളിൽ SI, CI, DYSP എന്നിവരുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും എപ്രകാരം പുനഃക്രമീകരിക്കണമെന്ന് പരിശോധിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CI-മാരെ SHO-മാരാക്കിയ തീരുമാനം ജനസൗഹൃദ പോലീസിംഗിനും കുറ്റാന്വേഷണത്തിനും എത്രത്തോളം ഗുണം ചെയ്തുവെന്ന് സമിതി വിലയിരുത്തും. സ്റ്റേഷൻ പരിധിയിലെ ക്രമസമാധാന ചുമതലകൾ പൂർണ്ണമായി നിർവഹിക്കാൻ SI-മാർക്ക് വീണ്ടും ചുമതല നൽകുന്നതിന്റെ പ്രായോഗികതയും പരിശോധിക്കും. SI-മാർക്ക് ചുമതല കൈമാറുമ്പോൾ CI-മാരുടെയും DYSP-മാരുടെയും മേൽനോട്ട ചുമതലകൾ എങ്ങനെയായിരിക്കണമെന്നത് സമിതി നിർദ്ദേശിക്കും. ഇത് സംബന്ധിച്ച വിശദമായ പദ്ധതി റിപ്പോർട്ട് സംസ്ഥാന DGP റവാഡ ചന്ദ്രശേഖർ തയ്യാറാക്കി കഴിഞ്ഞു. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായിരുന്നപ്പോൾ സംസ്ഥാനത്തെ 480-ലധികം സ്റ്റേഷനുകളിൽ നടപ്പാക്കിയ ഇൻസ്പെക്ടർ രാജ് പരാജയമായിരുന്നുവെന്ന് മുൻ DGP പത്മകുമാർ, IG അനൂപ് ഗുരുവിള ജോൺ, DIG S ഹരിശങ്കർ എന്നിവരടങ്ങിയ ഉന്നതതല സമിതി വ്യക്തമാക്കിയിരുന്നു. CI ഭരണം സ്റ്റേഷനുകളുടെ ഊർജ്ജവും നിഷ്പക്ഷതയും ചോർത്തിക്കളഞ്ഞെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. ഉന്നതതല സമിതി ചൂണ്ടിക്കാണിച്ച പ്രധാന 5 ദോഷങ്ങൾ ഇവയാണ്. ചെറുപ്പക്കാരായ SI-മാർ തുടക്കത്തിൽ കാണിക്കുന്ന നിഷ്പക്ഷതയും ആർജവും പ്രാദേശിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന CI-മാർക്ക് ഉണ്ടാകുന്നില്ല. ഇത് സ്റ്റേഷനുകളുടെ വിശ്വാസ്യതയെ ബാധിച്ചു. നേരിട്ട് SI ആയി ചാർജ് എടുക്കുന്ന ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥർക്ക് കേസ് അന്വേഷണത്തിലും തീരുമാനങ്ങൾ എടുക്കാനും അവസരമില്ലാതെയായി. ഇത് അവരുടെ കഴിവ് നശിക്കാൻ കാരണമാകുന്നു. മറ്റൊന്ന്, 40 വയസ്സിന് മുകളിലുള്ള ഇൻസ്പെക്ടർമാർക്ക് സ്റ്റേഷനുകളിലെ ഉറക്കമില്ലാത്ത 24 മണിക്കൂർ ജോലി കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി. വർഷങ്ങളോളം SI ആയി സ്റ്റേഷൻ ഭരിച്ചവർ പ്രൊമോഷൻ കിട്ടി CI ആയപ്പോഴും അതേ ജോലി തന്നെ ചെയ്യേണ്ടി വന്നത് ഉദ്യോഗസ്ഥരിൽ നിരാശയുണ്ടാക്കി. മുൻപ് 3 സ്റ്റേഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഒരേ സ്റ്റേഷനിലേക്ക് മാത്രമായി ഒതുങ്ങിയതോടെ അവരുടെ സൂപ്പർവൈസറി പദവി ഇല്ലാതെയായി. അതേസമയം ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായതിനാൽ സങ്കീർണമായ കേസുകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ അനുഭവസമ്പത്ത് കൊണ്ട് നേരിടാനും സാധിക്കുമെന്നത് മാത്രമായിരുന്നു ഈ സംവിധാനത്തിന്റെ ഗുണം. മറ്റൊന്ന്, പുതിയ DGPയുടെ ശുപാർശ പ്രകാരം സംസ്ഥാനത്തെ സ്റ്റേഷനുകളെ A, B, C എന്നിങ്ങനെ തരംതിരിച്ചായിരിക്കും പുതിയ മാറ്റം. പ്രധാന സ്റ്റേഷനുകളിൽ മാത്രമാണ് CI-മാർ. പ്രതിവർഷം 3000-ലധികം FIR രജിസ്റ്റർ ചെയ്യുന്ന വലിയ സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർമാർ SHO ആയി തുടരും. ജില്ലാ ആസ്ഥാനങ്ങൾ, VVIP സന്ദർശന മേഖലകൾ എന്നിവ ഇതിൽപ്പെടും. B, C ക്ലാസ് സ്റ്റേഷനുകളും SI-മാർക്ക്. 1000-ൽ താഴെ കേസുകൾ വരുന്ന മറ്റു സ്റ്റേഷനുകളുടെ ഭരണം പൂർണ്ണമായും SI-മാർക്ക് കൈമാറും. 2 സ്റ്റേഷനുകൾക്ക് ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിലാകും പുതിയ ക്രമീകരണം. CI-മാരെയും പുനർവിന്യസിക്കും. സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് ഒഴിവാകുന്ന ഇൻസ്പെക്ടർമാരെ സൈബർ സെൽ, പോക്സോ ഡിവിഷനുകൾ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങളിൽ നിയമിക്കും. പുതിയ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്താനായി 20 ദിന കർമ്മ പദ്ധതികളാണ് DGPയുടെ റിപ്പോർട്ടിലുള്ളത്. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി വിപുലമായ ലഹരി വിരുദ്ധ പ്രചാരണ പദ്ധതികളും ഇതിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ADGPയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും വരും ദിവസങ്ങളിൽ ആഭ്യന്തര വകുപ്പ് അന്തിമ ഉത്തരവിറക്കുക.